ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2 നേന്ത്രപ്പഴമാണ് പൊതുവേ ഉള്ള കണക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നിങ്ങളിത് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴമാണ് ഉള്ളതെങ്കിൽ അതെടുത്താൽ മതി. പഴം നല്ലോണം പഴുത്തിരിക്കുന്നതാണ് ഈ ഒരു ഇടിയപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് അധികം ആവരുത്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പിഞ്ചൊക്കെ മതി. അപ്പോൾ ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഏലക്കയുടെ പൊടി കൂടെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം അരിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് നന്നായി പിടിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അഥവാ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചൂട് മാറുന്നതിന് മുൻപേ തന്നെ കുറച്ചുകൂടി അരിപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഓരോരോ അരിപ്പൊടിക്ക് കണക്കായിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് തോന്നുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കൈക്കൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു പരുവത്തിലാണ് ഈ ഒരു മാവും വേണ്ടത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് മാറി വരുന്നത് വരെയാണ് നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറി വന്നാൽ നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അഥവാ അരിപ്പൊടി എങ്ങാനും എവിടെയെങ്കിലും കട്ടകളായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അത് നമുക്ക് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇഡ്ഡലി തട്ടിലേക്ക് ഓയിൽ ആക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ഇഡ്ഡലി പാത്രത്തിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇടിയപ്പത്തിന് നമുക്ക് കറിയൊന്നും വേണ്ട. അപ്പോൾ തേങ്ങ കുറച്ച് നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് മാവ് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് കൂടി കുറച്ച് തേങ്ങ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മാവ് ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്നാൽ നമുക്കിത് അതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇത് വേവിച്ചെടുത്താൽ മതിയാവും. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇടിയപ്പം ഒന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അല്പം മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. നേന്ത്രപ്പഴമൊക്കെ നല്ലതാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ കറിയും വേണ്ട. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്.